അതെന്താ ഇതേവരെ ഒറ്റയാളോടും പ്രേമം തോന്നാഞ്ഞത്? പറഞ്ഞ കള്ളമല്ലേ? അപ്പൊ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതെന്താ കാരണം? അതെനിക്കിപ്പോ എങ്ങനെ അറിയാം? ഞാൻ കണ്ട ചെക്കന്മാർക്കൊന്നും അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല. മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുവയ്ക്കുന്ന അന്യഭാഷാ നടികളേറെയുണ്ട്. എന്നാൽ ചില നടികൾ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം ചേർത്ത് സുഖമുള്ള മഴയിൽ ഒരു തണുപ്പായി അങ്ങനെ ചേർന്ന് നിൽക്കും. ഒരു ചെറു പുതപ്പ് കൊണ്ട് ആ സ്നേഹം നമ്മൾ മെല്ലെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. ജയകൃഷ്ണൻ ഒരു കത്ത് എഴുതാൻ തുടങ്ങുകയാണ്. ജനാലയ്ക്ക് പുറത്ത് ഒരു മഴയുടെ തുടക്കം പോലെ ചെറുമിന്നലുകൾ ജയകൃഷ്ണന്റെ മുന്നിലെ വെള്ള പേപ്പറിൽ എഴുതി തുടങ്ങുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിട്ടിരിക്കട്ടെ. പ്രിയപ്പെട്ട മകൾ ക്ലാരയ്ക്ക്. പുറത്ത് ഇടിവെട്ടി മഴ പെയ്തു തുടങ്ങി. മഴയിൽ ജയകൃഷ്ണൻ എഴുത്ത് നിർത്തുന്നു. പുറത്തെ മഴ ശ്രദ്ധിക്കുന്നു. മെല്ലെ എഴുത്ത് തുടരുന്നു. പെട്ടെന്ന് ജനാല വഴി തൂവാനമടിച്ച് പേപ്പറിൽ വീണ മഴത്തുള്ളികളെ തന്റെ ദേഹത്തിട്ട ടവൽ കൊണ്ട് ഒപ്പി മാറ്റുന്നു. ശേഷം ടവൽ കൊണ്ട് സ്വന്തം മുഖവും ഒപ്പുന്നു. പുറത്തെ മഴ കടുക്കുന്നു. ജയകൃഷ്ണൻ എഴുത്തിലേക്ക്. നീ അയച്ച കത്തുകൾ വായിച്ചെറിഞ്ഞ് സന്തോഷിക്കുന്നു. ദൈവകൃപയാൽ കർത്താവിന്റെ തിരുമണവാട്ടിയാകാൻ നിനക്ക് ഭാഗ്യം സിദ്ധിച്ച വിവരം ഇതിനാൽ തെரியപ്പെടുത്തിക്കൊള്ളുന്നു. നീയും നിന്റെ ഇളയമ്മയുമായി ഈ മാസം 23-ാം തീയതി ഇവിടെ മഠത്തിൽ വരണം. ഇളയമ്മയ്ക്കും വേണമെങ്കിൽ ഇവിടെ 1-2 ദിവസം താമസിച്ചു മടങ്ങി പോകാം. എല്ലാം കൊണ്ടും നിന്റെ അഭ്യുന്നതിയിൽ ഞങ്ങളെല്ലാം ഉള്ളുകൊണ്ട് ആനന്ദിക്കുന്നു. പോരുമ്പോ കുറച്ച് അച്ചപ്പമോ അവലോസ് പൊടിയോ കൂടെ കൊണ്ടുപോരണേ. കസേരയിൽ ചാരിയിരുന്ന് എഴുതിയ കത്തും പുറത്തെ മഴയും നോക്കുന്ന ജയകൃഷ്ണൻ പുറത്തു നിന്നും മഴയുടെ തൂവാനമടിച്ചു വീണ് പേപ്പറിൽ നോക്കി മുഖമറിയാത്ത ക്ലാരയുടെ മുഖം മനസ്സിൽ വരച്ചിടാൻ ശ്രമിക്കുന്ന ജയകൃഷ്ണൻ. ക്ലാര. അവൾ ജനലിന് പുറത്ത് മഴയിൽ നനഞ്ഞു കുതിർന്ന് പ്രണയവും കാമവും ഒളിപ്പിച്ച കണ്ണുകളുമായി തെളിയുന്നു. അവൾ മറയുന്നു. പി പത്മരാജന്റെ തൂവാനത്തുമ്പികളിൽ ഒരു രംഗമാണിത്. ഇവിടെ ജയകൃഷ്ണനായി മോഹൻലാലും ക്ലാരയായി സുമലതയുമാണ് അഭിനയിച്ചത്. തെന്നിന്ത്യൻ സിനിമയിലെ വലിയ താരമായ സുമലത പക്ഷെ ഇന്നും മലയാളികളുടെ ക്ലാരയാണ്. സുമലത ജനിച്ചത് 1963 ഓഗസ്റ്റ് 27-ന് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ജനിച്ചത് ചെന്നൈയിലാണെങ്കിലും ജന്മദേശം തെലങ്കാനയാണ്. അച്ഛൻ വി മദൻ മോഹൻ, അമ്മ വി രൂപ മോഹൻ. സുമലത തന്റെ 15-ാം വയസ്സിൽ ആന്ധ്രാപ്രദേശിലെ സൗന്ദര്യ മത്സരത്തിൽ മുതിർന്ന നടി ജമുനയുടെ കയ്യിൽ നിന്നും തംസപ്പ് സൗന്ദര്യ റാണിയായി കിരീടം കരസ്ഥമാക്കി വിജയിച്ചതിന് ശേഷമാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായി 220-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഏകദേശം 46ഓളം സിനിമകളിൽ അഭിനയിച്ചു. 1991-ലാണ് സുമലത വിവാഹിതയാകുന്നത്. പ്രശസ്ത കന്നഡ ചലച്ചിത്ര നടൻ അംബരീഷിനെയാണ് സുമലത വിവാഹം ചെയ്തത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണ്ഡ്യ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രയായി മത്സരിച്ച സുമലത രാഷ്ട്രീയ പാർട്ടികളെ നിഷ്പ്രഭമാക്കി വിജയം നേടി. അന്തരിച്ച അംബരീഷിന്റെ സ്വന്തം മണ്ഡലമാണ് മാണ്ഡ്യ. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സുമലത ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നായികയാണ്. സുമലത അഭിനയിച്ച ചില മലയാള സിനിമകൾ നമുക്കൊന്ന് നോക്കാം. 1980-ൽ ജോഷി സംവിധാനം ചെയ്ത മൂർഖൻ എന്ന ചിത്രത്തിൽ ജയന്റെ ഒരു നായികയായാണ് സുമലത ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത്. ആക്ഷൻ മൂവി ആയിരുന്നു. ഒരു കാട്ടുവാസിയായ രാജി എന്ന കഥാപാത്രം. ഈ സിനിമയിൽ ജോഷി വാണിജ്യമൂല്യമുള്ള ഒരു രംഗത്തിലൂടെ തന്നെയാണ് രാജിയെയും ചിത്രീകരിച്ചിരിക്കുന്നത്. 80കളിൽ വിജയിച്ച ഒരു ആക്ഷൻ മൂവിയായിരുന്നു മൂർഖൻ. അതുകൊണ്ട് തന്നെ രാജിയായി അഭിനയിച്ച സുമലതയും ശ്രദ്ധിക്കപ്പെട്ടു. അതേ വർഷം തന്നെ സുമലത തമിഴിൽ അഭിനയിച്ച ആദ്യ ചിത്രം കൂടിയായ ദിശൈ മാറിയ പറയവകൾ എന്ന സിനിമയുടെ മൊഴിമാറ്റ സിനിമ മലയാളത്തിൽ ഇറങ്ങി. മദർ തെരേസയുടെ വഴി പിന്തുടർന്ന ഒരു കന്യാരത്നത്തിന്റെ കഥ പറഞ്ഞ സിനിമയാണത്. 1981-ൽ പുറത്തിറങ്ങിയ തേനും വയമ്പും എന്ന ചിത്രം മോഹൻലാൽ, റാണി പത്മിനി എന്നിവർക്കൊപ്പം നെടുമുടി വേണു, പ്രേം നസീർ, സുമലത എന്നിവർ അഭിനയിച്ച അശോക് കുമാർ സംവിധാനം ചെയ്ത ജോൺ പോൾ രചന നിർവഹിച്ച സിനിമയായിരുന്നു. ഇതിൽ ശ്രീദേവി എന്ന കഥാപാത്രമായി സുമലത അഭിനയിച്ചു. പുതുതായി കോൺവെന്റ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ശ്രീദേവി ടീച്ചർ സ്കൂളിലെ കുഴപ്പക്കാരനായ സുനിൽ എന്ന കുട്ടിയും ടീച്ചറും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ഈ സിനിമ. സുന്ദരമായ മുഖഭാവവും തന്മയത്തമായ അഭിനയവും സുമലതയെ മലയാള സിനിമയിലെ ശ്രദ്ധേയ നടിമാരിൽ ഒരാളാക്കി മാറ്റി. അവർ അഭിനയിച്ച ഓരോ സിനിമയിലും മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഐവി ശശി സംവിധാനം ചെയ്ത ജോൺ ജാഫർ ജനാർദ്ദനൻ ഈ ചിത്രത്തിൽ രതി എന്ന കഥാപാത്രം
രതീഷ്, രവീന്ദ്രൻ, മമ്മൂട്ടി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായ ജോൺ, ജാഫർ, ജനാർദ്ദനൻ എന്നിവരെ അവതരിപ്പിച്ചത്. ഇതിൽ പോലീസ് ഓഫീസറായ മമ്മൂട്ടിയുടെ ജോഡിയായി അഭിനയിച്ചു. അക്കാലത്ത് മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമകളിൽ സുമലതയ്ക്ക് ഒരു പ്രധാന നായികയായിരുന്നു. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു കോംബോ കൂടിയായിരുന്നു മമ്മൂട്ടി സുമലത എന്നുള്ളത്. IV ശശിയുടെ തന്നെ തടാകത്തിലും സുമലത നല്ലൊരു വേഷം ചെയ്തു. കാശ്മീരിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു ഇത്. പിന്നീട് ശ്രീകുമാരൻ തമ്പിയുടെ സംവിധാനത്തിൽ മുന്നേറ്റം എന്ന ചിത്രത്തിലെ രമണി, ഇരട്ടിമധുരം എന്ന ചിത്രത്തിൽ സംഗീത എന്ന വേഷങ്ങളും അവതരിപ്പിച്ചു. സിബി മലയിൽ ചിത്രങ്ങളിലും സുമലത അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ മമ്മൂട്ടിയുടെ നായികയായി മീര എന്ന കഥാപാത്രം. കൂടാതെ വാണിജ്യ സിനിമയുടെ സംവിധായകരായ വിജയ് തമ്പി, JC, K. മധു, മേജർ രവി എന്നിവരുടെ ചിത്രത്തിലും സുമലത വേഷമിട്ടിട്ടുണ്ട്. 2010 പുറത്തിറങ്ങിയ മേജർ രവിയുടെ കാണ്ടാകാർ, മോഹൻലാലാണ് ചിത്രത്തിലെ നായകൻ. അമിതാഭ് ബച്ചൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രവും. ഇതിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ലോക്നാഥ് ശർമ്മയുടെ ഭാര്യയായി സുമലത അഭിനയിച്ചു. ജോഷി സംവിധാനം ചെയ്ത ചിത്രങ്ങളിലാണ് സുമലത കൂടുതൽ അഭിനയിച്ചത്. ഇതിഹാസം, രക്തം, ആദർശം, ആരംഭം, ധീര തുടങ്ങി 17ഓളം സിനിമകൾ. ഇതിൽ നായർ സാബിലെ പ്രഭ, ദിനരാത്രങ്ങൾ എന്ന ചിത്രത്തിലെ സാവിത്രിക്കുട്ടി, നിറക്കൂട്ടിലെ മേഴ്സി, ന്യൂഡൽഹി എന്ന ചിത്രത്തിലെ ഡാൻസർ മരിയ ഫെർണാണ്ടസ് സുമലതയുടെ ഏറ്റവും നല്ലൊരു വേഷമായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ന്യൂഡൽഹി. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഈ ചിത്രം. ജോഷിയുടെ തന്നെ തുടർച്ചയായി ഇറങ്ങിയ നായർ സാബ് എന്ന ചിത്രത്തിലെ പ്രഭ, നമ്പർ 20 മദ്രാസ് മെയിലിലെ സിസ്റ്റർ ഗ്ലോറിയ, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ലക്ഷ്മി, മമ്മൂട്ടി അവതരിപ്പിച്ച ഹരിയുടെ ഭാര്യാവേഷമായിരുന്നു അത്. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് P. പത്മരാജൻ കഥ എഴുതിയ ഈ ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. മമ്മൂട്ടി, നെടുമുടി വേണു, ലാലു അലക്സ്, മുരളി, സുമലത തുടങ്ങിയവർ ആണ് ഇതിൽ അഭിനയിച്ചിരുന്നത്. 80കളുടെ തുടക്കകാലത്ത് മലയാള സിനിമയിൽ വാണിജ്യ ചേരുവകൾ ഏറെയുള്ള എരിവും പുളിയും സമാസമം ചേർത്ത സിനിമകൾ ധാരാളമായി ഇറങ്ങി. ഒട്ടുമിക്ക സിനിമകളിലും പ്രേം നസീർ, മധു, സോമൻ, ജയൻ, സുകുമാരൻ ഇവർക്കൊപ്പം നായികയായും സഹനായികയായും സുമലത തന്റെ സ്ഥാനം മലയാളത്തിൽ തെളിയിച്ചിട്ടുണ്ട്. മലയാള യുവതയുടെ ഹീറോയിനായി അന്നും സുമലതയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ജയന്റെ അവസാന സിനിമയായ കോളിളക്കത്തിലും സുമലത അഭിനയിച്ചിരുന്നു. താഴ്വാരം, ഇസബല്ല, നിറക്കൂട്ട്, ദിനരാത്രങ്ങൾ, തൂവാനത്തുമ്പികൾ, പരമ്പര, ന്യൂഡൽഹി എന്നീ ചിത്രങ്ങളിലെ അഭിനയമാണ് പൊതുവെ സുമലതയുടെ മലയാള സിനിമയിലെ മികച്ച വേഷങ്ങൾ എന്ന് പറയാം. ഇതിൽ MT വാസുദേവൻ നായരുടെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത താഴ്വാരം എന്ന സിനിമയിൽ കൊച്ചൂട്ടി എന്ന കഥാപാത്രമായി സുമലത അഭിനയിച്ചു. സുഹൃത്തുക്കളായിരുന്ന ബാലനും രാജുവും തമ്മിലുള്ള പ്രതികാരമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മോഹൻലാലിന്റെ ബാലനും സലീം ഖൗസ് ചെയ്ത രാജുവും മറ്റുരച്ച 2 കഥാപാത്രങ്ങൾ. ഒപ്പം സുമലതയുടെ കൊച്ചൂട്ടി, മലയടിവാരത്തിൽ അച്ഛനൊപ്പം താമസിക്കുന്ന അല്പം തന്റേടിയായ കൃഷിക്കാരിയുടെ വേഷം. വശ്യഭരിതമായ കണ്ണും മുഖവും കൊണ്ട് പ്രേക്ഷക മനം കവർന്ന കഥാപാത്രം. മോഹൻ തിരക്കഥയും സംവിധാനവും ചെയ്ത് ഇസബല്ല എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചു. സുമലത, ബാലചന്ദ്രമേനോൻ, നെടുമുടി വേണു തുടങ്ങിയവർ വിവിധ വേഷങ്ങളിൽ അഭിനയിച്ചു. ഇസബല്ല എന്ന ടൂർ ഗൈഡായി വ്യത്യസ്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതി ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിറക്കൂട്ട് എന്ന ചിത്രം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തൂക്കിലേറ്റാൻ തീരുമാനമായിട്ടുള്ള മേഴ്സി കൊലക്കേസിലെ പ്രതി രവിവർമ്മയെ കുറിച്ചുള്ള കഥയാണ് പറയുന്നത്. ഇതിൽ രവിവർമ്മയായി മമ്മൂട്ടിയും മേഴ്സിയായി സുമലതയും അഭിനയിക്കുന്നു. നർത്തകിയായും കാമുകിയായും മോഡലായും പിന്നെ നിസ്സഹായായ ഭാര്യയായുമുള്ള പകർന്നാട്ടങ്ങൾ. സുമലതയ്ക്കും മമ്മൂട്ടിക്കും ഓർത്തുവെക്കാവുന്ന വേഷങ്ങൾ. 1985 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് നിറക്കൂട്ട്. സുമലത ഇന്നും മലയാളിയുടെ മനസ്സിൽ ഓർക്കപ്പെടുന്നത് 1987 P. പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ക്ലാരയായി മാത്രമാണ്. അദ്ദേഹത്തിന്റെ തന്നെ നോവലായ ഉദകപ്പോളയെ ആസ്പദമാക്കിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. ജയകൃഷ്ണൻ, ക്ലാര എന്ന 2 പ്രണയബിംബങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച ചിത്രം കൂടിയാണ് തൂവാനത്തുമ്പികൾ. തങ്ങൾ എന്ന ദല്ലാളിലൂടെ ജയകൃഷ്ണൻ ക്രിസ്ത്യാനിയായ ക്ലാരയെ പരിചയപ്പെടുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സെക്സ് വർക്കറായി ഫീൽഡിലിറങ്ങാൻ തയ്യാറുള്ള ക്ലാര. ഇരുവരുടെയും ആദ്യ സമാഗമവും പ്രണയവുമാണ് വിഷയമെങ്കിലും സ്ത്രീയുടെ സ്വയം തിരഞ്ഞെടുപ്പും മറ്റുള്ളവരുടെ സദാചാര മൂല്യങ്ങൾ കാക്കാൻ അറിഞ്ഞുകൊണ്ടുള്ള പിന്മാറ്റവും മറയില്ലാതെയുള്ള പ്രണയത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ കൂടി ദൃശ്യമാകുന്ന സിനിമയാണ് തൂവാനത്തുമ്പികൾ. കാലത്തിനു മുന്നേ സഞ്ചരിക്കുന്ന പുരോഗമന ആശയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൈയടക്കത്തോടെ കഥകൾ വരയുന്ന പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയുടെ കയ്യൊപ്പ് വീണ കഥാപാത്രം. ക്ലാരയായി
സുമലത ഓരോ ദൃശ്യത്തിലും കഥാകാരന്റെ മനസ്സുപോലെ കണ്ണുകളിലും ചിരിയിലും നോട്ടത്തിലും സ്പർശനത്തിൽ പോലും പ്രണയത്തിന്റെ ഭാവവും ഭാരവും ജയകൃഷ്ണന്റെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുന്ന മാന്ത്രികത അഭിനയത്തിൽ പ്രകടമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തലമുറയിലെ യുവത്വവും ക്ലാരയും ജയകൃഷ്ണനുമാകാൻ ശ്രമിക്കുന്നത്. ജെൻഡർ ഭേദമന്യേ അഭിനേതാവ് പ്രേക്ഷകന് പ്രിയങ്കരമാകുന്നത് അത് നടനല്ലെങ്കിൽ നടി തന്റെ കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും കാഴ്ചക്കാരനത് അനുഭവേദ്യമാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഭാഷാഭേദമന്യേ സുമലത മലയാളിക്ക് പ്രിയങ്കരിയായി തീർന്നതും അവരുടെ ഈ പ്രത്യേകതകളാണ്. ചില കഥാപാത്രങ്ങളിൽ മാത്രം അവർ നമുക്ക് പ്രിയമാകുന്നത് അവരുടെ ആകാരവും ശരീരഭാഷയും നമ്മളെ തൃപ്തനാക്കുന്ന ബോധ്യങ്ങൾ മാത്രമാണ്. കാലമേറെ കഴിഞ്ഞാലും തലമുറകൾക്ക് മറയ്ക്കാൻ കഴിയാത്ത വേഷങ്ങളിലൂടെ സുമലതയുടെ കണ്ണുകൾ നമ്മോട് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രണയാർദ്രമായ ആ നനുത്ത വികാരം നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം.